തീർത്തും അസ്വാഭാവികമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരെയും ശരിക്കും പറഞ്ഞാൽ അവഹേളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് വോട്ട് വാങ്ങി ജയിച്ച MLA-മാർ ഒരാൾ പോലും യോഗ്യനല്ല. ഇത്തവണ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാത്ത ഒരാൾ വേണം. ഒരാൾക്കാണ് ആ MLA-മാർ തന്നെ. അവർ സ്വയം അവരുടെ ആത്മാഭിമാനത്തെക്കുറിച്ചാണ് എനിക്ക് സംശയം. അവർ തന്നെ അതിൽ തന്നെ ഭൂരിപക്ഷം വാർത്തകൾ വെച്ച് നോക്കിയാൽ 43 45 പേരൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി വരണം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ പോലും അതിന് യോഗ്യനല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്? അതിനൊരു ഉത്തരം വേണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹമാണ് ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ അമൂർത്തമായ സംഭവത്തിന് അവർക്കും അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നത്? ഒളിച്ചു കടത്താനുള്ള ശ്രമമാണോ? അങ്ങനെ ഒളിച്ചു കടത്തിയാൽ 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിട്ട് ജയിക്കാൻ കഴിയുമോ? അല്ല, അതിൽ പറയുന്നുണ്ട് ശ്രീ ടി കെ വിനോദൻ, 6 മാസം ജനങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കുന്ന രീതിയാണ്. അതുകൊണ്ട് 6 മാസമാകുമ്പോഴേക്കും ഈ പ്രതിഷേധമൊക്കെ കെട്ടടങ്ങും. ഇപ്പോൾ ഈ ഫ്ലക്സ് മാറ്റുമ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി എന്ന വിലയിരുത്തലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു എന്ന വാർത്തകളും ഉണ്ടല്ലോ. ഫ്ലക്സ് എടുത്തു മാറ്റുന്നതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഫ്ലക്സ് എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു, ഫ്ലക്സ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസത്തെ സാവകാശം, അത് കഴിയുമ്പോഴേക്കും തീരുമാനത്തിലേക്ക് പോകാം. ഇതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാം പറഞ്ഞു കേൾക്കുന്നത് മാത്രമാണല്ലോ പുറത്തേക്ക് വരുന്നത് ശ്രീ ടി കെ വിനോദൻ. അതുപോലെ ഈ 6 മാസം ഒരു സമയമാണ്. ആ സമയത്തിനുള്ളിൽ ജനം മറക്കും എന്നാണ് കരുതുന്നത് ശ്രീ ടി കെ വിനോദൻ. 6 മാസത്തിനുള്ളിൽ എവിടെ നിന്നാണ് ജയിക്കുന്നത്? തീർച്ചയായിട്ടും UDF-ന് സുരക്ഷിതമായ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. ആ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും UDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിച്ച് കയറാം. അല്ലാതെ എവിടെയെങ്കിലും കേരളത്തിൽ UDF-ന് സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു മണ്ഡലമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 6 മാസത്തിനുള്ളിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജനങ്ങൾ അതിന് ശിക്ഷ നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ കോൺഗ്രസിൻ്റെ MLA-മാർ അവർ പലരും മിക്കവരും നല്ല വിവരമുള്ളവരും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരൊക്കെയാണ്. പക്ഷേ അവരെ ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സമകാലിക രാഷ്ട്രീയ ചരിത്രം അവരല്പം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്.